ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ. നമ്മളിന്ന് ബീഫ് ലിവർ വെച്ചിട്ട് നല്ലൊരു തിക്ക് ഗ്രേവിയിൽ ഒരു ലിവർ റെസിപ്പി, ഒരു ബീഫിൻ്റെ ലിവർ റെസിപ്പി നമുക്ക് തയ്യാറാക്കാം. അത് നമ്മളൊരു പാന് വെച്ച് ചൂടാക്കി അതിൻ്റെ അകത്ത് പെരുംജീരകം, വലിയ ജീരകമില്ലേ, വലിയ ജീരകം ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ആദ്യം നമ്മൾ അതാ ചെയ്യുന്നത് കേട്ടോ. നല്ലതുപോലെ ഇതും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആ പച്ചമണം മാറുന്നത് വരയ്ക്കും നമ്മൾ നല്ലതുപോലെ ഒന്ന് എന്ത് ചെയ്യണം, മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് പറ്റുവാണെങ്കിൽ 2 വറ്റൽമുളകും കൂടി പൊട്ടിച്ചിട്ടാലും കുഴപ്പമില്ല, അതിൻ്റെ കൂടെ ഇട്ടാലും ടേസ്റ്റ് കൂടുതലായിരിക്കും. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സവാള, എൻ്റെ കൊച്ചുള്ളി ഇട്ടാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പരിമിതി അനുസരിച്ച് സവാളയാണ് ഞാനിടുന്നത്. ഒരു സവാള നല്ലതുപോലെ ഒന്ന് നല്ലപോലെ കട്ട് ചെയ്തിട്ട് അതിന് നല്ലപോലെ വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിന് നല്ലൊരു മൂത്ത് വരുമ്പോഴത്തേക്കിനും മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഇച്ചിരി പെരുംജീരക പൊടിയും കൂടി ഇട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എല്ലാ പൊടി ഐറ്റങ്ങളും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ആ പച്ചമണം മാറുന്ന വരയ്ക്കും നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ടൊരു തക്കാളി, ഒരു ചെറിയൊരു തക്കാളി ഇട്ട് അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് അടച്ച് വെച്ചിട്ട് ഈ തക്കാളിയുടെ വെള്ളം അതേപോലെ ഇരുന്നിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ട് ഈ തക്കാളിയിൽ തന്നെയുള്ള വെള്ളം ഊറി കറി നല്ല തിക്ക് ഗ്രേവിയാവും. ആ സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ലിവർ അതിലോട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അടച്ച് വെക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി അതിൻ്റെ മണ്ടയ്ക്ക് നല്ലതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി അതിൻ്റെ മുകളിലിട്ടിട്ട് ഇച്ചിരി നാരങ്ങയുടെ ഒരു ചെറിയൊരു ഹാഫ് നാരങ്ങ അതിൻ്റെ മുകളിലൊന്ന് പിഴിഞ്ഞൊഴിച്ചിട്ട് നല്ലതുപോലെ മിക്സാക്കി ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ പാകമെന്ന് പറയുന്നത് നമ്മളിങ്ങനെ എണ്ണ തെളിഞ്ഞ് മുകളിൽ നിൽക്കും, അതാണ് അതിൻ്റെ പാകം. പക്ഷേ ഇതാണ് കറക്റ്റ് വേഗിൽ നമ്മൾ എടുക്കേണ്ടത്. പക്ഷേ എനിക്കത് പറ്റാത്തത് കൊണ്ട് അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഒരു ബീഫ് റോസ്റ്റ് കുറച്ച് ഞാൻ മാറ്റിയെടുത്ത് നല്ലതുപോലെ വഴറ്റി ഞാൻ എന്ത് ചെയ്യും, എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നതാണ് കേട്ടോ ലാസ്റ്റ് കാണുന്നത്. ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നത്. എനിക്കിങ്ങനെ കഴിച്ചാൽ മാത്രമേ എനിക്ക് തിക്ക് ഗ്രേവിയില്ല, എനിക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി കഴിക്കണം. അതിന് വേണ്ടിയാണ് ഞാൻ സെപ്പറേറ്റ് എനിക്ക് വേണ്ടി മാത്രം എടുത്ത് സെപ്പറേറ്റ് ഫ്രൈ ആക്കി എടുത്തത്. ഒരു രക്ഷയില്ല മക്കളെ, നല്ലതുപോലെ തയ്യാറാക്കി അടിപൊളിയായിട്ട് കഴിച്ചു. നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക.